മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള സർക്കാരിന്റെ ഹർജി ഇന്ന് ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ വരികയാണ്. അതിലൊരു ഇടക്കാല ഉത്തരവ് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തിയോഫിൻ കൂടി ചേർന്ന് കൊച്ചിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. എല്ലാം ഓക്കെയാണ് എന്നാണോ പറഞ്ഞത്? എന്താണ് സർക്കാർ പറയുന്നത്? ഡിവിഷൻ ബെഞ്ചിന് റദ്ദാക്കിയ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനാനുമതി, അതൊരു അന്തിമ തീരുമാനമാകുന്നതുവരെ, ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനമാകുന്നതുവരെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകണമെന്നാണ് സർക്കാർ പ്രധാനമായും ആവശ്യം മുന്നോട്ടേക്ക് വെക്കുന്നത്. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അതിന് പരിഹരിക്കാനുമുള്ള പോംവഴി സർക്കാരിന്റെ മുന്നിലുണ്ട്. അവിടെ ഒരാൾ പോലും ഭൂരഹിതരാവുകയോ വീടില്ലാത്തവരാകുകയോ ഇല്ല. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ എന്ന് ഉറച്ചു പറയുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് നമുക്കുള്ളത്. ഏത് രീതിയിലായിരിക്കും ഇന്ന് ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ സർക്കാരിന്റെ ഹർജി വരുമ്പോൾ ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിക്കേണ്ടത്? വിനീഷ, നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അതായത് നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം സിംഗിൾ ബെഞ്ച് നേരത്തെ തടഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് സർക്കാർ അപ്പീൽ നൽകിയത്. വ്യക്തമായും ബോധിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം സർക്കാർ ബോധിപ്പിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ സിംഗിൾ ബെഞ്ചിന് കാര്യം ആദ്യം പറയുകയും ചെയ്തിരുന്നതാണ്. ജുഡീഷ്യൽ അധികാരം ജുഡീഷ്യൽ കമ്മീഷൻ നൽകിയിട്ടില്ല. അതായത് സ്വാഭാവികമായ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വരുന്ന മറ്റ് ജുഡീഷ്യൽ അധികാരങ്ങൾ നൽകിയിട്ടില്ല. എന്നാൽ മുനമ്പത്തെ നിവാസികളുടെ അവരുടെ വിഷയങ്ങൾ കേൾക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക, അതോടൊപ്പം തന്നെ അവരുടെ കൈവശമുള്ള രേഖകളും മറ്റും ആവശ്യമായ രേഖകൾ പരിശോധിക്കുക, എത്രത്തോളം ഇതിൽ അവരുടെ കൈവശമുള്ള രേഖകളിൽ ആധികാരികതയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക. അത് ബോധ്യപ്പെട്ട ശേഷം അതുമായി ബന്ധപ്പെട്ട് വിശദമായൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുക എന്നതാണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് സർക്കാർ നൽകിയിട്ടുള്ള ചുമതല. അത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിൽ സർക്കാർ അത് അറിയിച്ചെങ്കിൽ കൂടി നിയമാനുസൃതമല്ല എന്ന് കാണിച്ചാണ് സിംഗിൾ ബെഞ്ച് ഈ കമ്മീഷന്റെ പ്രവർത്തനം താൽക്കാലികമായി തടഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയും ഡിവിഷൻ ബെഞ്ച് ഇതിൽ ഇന്ന് ഇടക്കാല ഉത്തരവ് പറയുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചിരുന്നു. ഇതിലാണ് വിശദമായ വാദം പിന്നീട് കേൾക്കാം, ഇടക്കാല ഉത്തരവ് ഇന്ന് നൽകാം എന്ന് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇടക്കാല ഉത്തരവ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുനമ്പത്തെ ജനങ്ങളുടെ വിഷയത്തിൽ, അതായത് മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കും. അതിന് വലിയ പ്രയാസമില്ല. ഏത് രീതിയിൽ എങ്ങനെയെല്ലാം അത് ചെയ്യാം എന്ന കാര്യം കൂടി സർക്കാർ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം പക്ഷേ അതിന് മുൻപായി ഇതിൽ സർക്കാർ നടപടികളിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു നിലവിലെ അവസ്ഥ, അതായത് ആളുകളുടെ കയ്യിലുള്ള നിരവധി പേരുടെ കയ്യിൽ ഈ ഭൂമി വാങ്ങിയതിൻ്റെ രേഖകളുണ്ട്, നേരത്തെ നികുതി അടച്ചതിൻ്റെ രേഖകളുണ്ട്. അതെല്ലാം പരിശോധിച്ച ശേഷം അപ്പോൾ രേഖകളുടെ പരിശോധനയുണ്ട്, ഇവർക്ക് പറയാനുള്ളത് കേൾക്കണം. പക്ഷേ നിരവധി ആളുകളുള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും 10-600 പേരെ ഒരുമിച്ച് കേൾക്കുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് ഇവരുടെ പ്രതിനിധികളെ ഓരോരുത്തരുടെ ഒരു പ്രത്യേക, അതായത് പലതരത്തിലുള്ള കാറ്റഗറിയാണ് ഇതിനകത്തുള്ളത്. പലരുടെയും വിഷയങ്ങൾ പലതാണ്. അത്തരം വിഷയങ്ങൾ ക്രോഡീകരിച്ച് സമാന സ്വഭാവമുള്ളവരെ ഒരു ഗ്രൂപ്പായി തിരിച്ച് ആ ഗ്രൂപ്പിലെ പ്രതിനിധികളിൽ നിന്ന് അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നു. അങ്ങനെയാണ് ഈ വിഷയങ്ങൾ ക്രോഡീകരിച്ച് ഈ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനായ അഡ്വക്കേറ്റ് സി എൻ രാമേന്ദ്രൻ നായർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. എന്നിട്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതിൻ്റെ പ്രാഥമിക ഘട്ടമായി അദ്ദേഹം മുനമ്പത്ത് ചെന്ന് ഈ മുനമ്പ നിവാസികളെ കണ്ടിരുന്നു, അവരോട് സംസാരിച്ചു. പിന്നീട് ഘട്ടം ഘട്ടമായി ഓരോ ഗ്രൂപ്പായി ഇവരെ ഓരോ പ്രത്യേക ഗ്രൂപ്പുകളായി തിരിച്ച് അതിൻ്റെ പ്രതിനിധികളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള നടപടികളുടെ ആദ്യഘട്ടമൊക്കെ അദ്ദേഹം തുടങ്ങി വയ്ക്കുകയും ചെയ്തിരുന്നതാണ്. അതിനിടയിലാണ് ഈ വിധി വന്നതും അതോടുകൂടി സ്വാഭാവികമായും കമ്മീഷൻ്റെ പ്രവർത്തനം അവിടെ താൽക്കാലികമായി നിലയ്ക്കുകയായിരുന്നു. ഇതിൽ ഇനിയിപ്പോൾ ഇന്ന് ഇടക്കാല വിധിയിൽ പ്രവർത്തനങ്ങൾ തുടരാൻ അനുമതി കോടതി നൽകിയാൽ കമ്മീഷൻ സ്വാഭാവികമായും മറ്റ് പ്രവർത്തനങ്ങളുമായി നേരത്തെ നിർത്തിവെച്ച എവിടെയാണോ അവിടെ നിന്ന് തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ഇടക്കാല ഉത്തരവ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി അത് വിശദമായ വാദം കേട്ട ശേഷമാകും എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെയാകും. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു നിർണായക വിധി, ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏത് രീതിയിലാണെങ്കിലും കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാനുള്ളൊരു വിധി ഉണ്ടായാൽ അത് സർക്കാരിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് അത് വളരെ സഹായകരമായിരിക്കും. കാരണം വളരെ വേഗം തന്നെ കമ്മീഷൻ നടപടികൾ, ഈ നിലവിൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ തുടരാനുള്ള ഒരു അനുമതി ലഭിക്കുകയാണെങ്കിൽ വളരെ വേഗം തന്നെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ കമ്മീഷന് സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കാനും വേണ്ട നടപടികളിലേക്ക് കടക്കാനും സർക്കാരിന് സാധിക്കും. കാരണം വിശദമായി ഇതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ചിത്രം ലഭിക്കാതെ സർക്കാരിന് പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതിയല്ല. അതുകൊണ്ടാണ് ഈ കമ്മീഷനെ വെച്ച്
ഇതുമായി കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് കടക്കാനുള്ളൊരു തീരുമാനം സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അത് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജിനിഷ. ശരി, തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇന്ന് ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ സർക്കാർ സമർപ്പിച്ച ഹർജി, അതായത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സർക്കാർ സമർപ്പിച്ച ഹർജി വരികയാണ്. ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനാനുമതി നൽകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്.